ഈ വണ്ടി റിനോൾട്ടിന്റെ മാസ്റ്റർ ട്രക്കാണ്. ഈ മിനി ട്രക്ക് റിവേഴ്സ് ഗിയർ ഇടുമ്പോഴൊക്കെ പഴയ കാലത്ത് എനിക്കുണ്ടായ ഒരു അനുഭവം ഓർമ്മ വരും. വർഷങ്ങൾക്ക് മുമ്പ് നാട്ടില് ടാറ്റ സുമോ ഇറങ്ങിയ കാലഘട്ടത്തില് പുതിയ ടാറ്റ സുമോ കയ്യിൽ കിട്ടിയപ്പോ ആ വണ്ടിയുടെ റിവേഴ്സ് ഗിയർ വീഴാത്തത് കൊണ്ട് ഈ വണ്ടിക്ക് റിവേഴ്സ് ഗിയർ കംപ്ലൈന്റ് ആണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കൊണ്ട് സുമോ തള്ളാൻ പറഞ്ഞൊരു കഥ. ഞാൻ മിനി ബസ്സിൽ ഡ്രൈവറായി പോകുന്ന കാലം നാട്ടിലൊരു കല്യാണത്തിന് പോയപ്പോ കല്യാണ വീടിന് മുമ്പിൽ ഒരു ടാറ്റ സുമോ നിർത്തിയിട്ട് ഡ്രൈവർ കല്യാണ വീടിനുള്ളിലേക്ക് പോയി. നിർത്തിയിട്ട് ടാറ്റ സുമോയുടെ പിന്നില് വണ്ടികൾ വന്ന് ട്രാഫിക് ആയപ്പോ കല്യാണ വീട്ടിലെ ചെക്കന്റെ ബാപ്പ എന്നോട് പറഞ്ഞു, വണ്ടിയുടെ ചാവി അതിലുണ്ടെങ്കിൽ ഈ വണ്ടി കുറച്ച് അപ്പുറം പോയിട്ട് തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് സൈഡാക്കിയിടുമെന്ന്. പുതുതായി ഇറങ്ങിയ ടാറ്റ സുമോ ഓടിക്കാൻ കിട്ടിയ അവസരം ചാടിക്കയറി വണ്ടിയെടുത്തു. കുറച്ച് മുന്നോട്ട് പോയി റോഡിന് കുറുകെ ഇട്ട് തിരിക്കാൻ വേണ്ടിയിട്ട് റിവേഴ്സ് ഗിയർ ഇടുന്ന സമയത്ത് എന്ത് ചെയ്തിട്ടും എങ്ങനെ ചെയ്തിട്ടും റിവേഴ്സ് ഗിയർ വീണില്ല. റോഡ് ബ്ലോക്ക് ആയപ്പോ തള്ളി സൈഡാക്കാൻ കുറച്ച് ആളുകൾ വന്നു. ഇതേ സമയം കല്യാണ വീട്ടില് ഈ വണ്ടിയുടെ ഡ്രൈവർ വന്ന് കല്യാണ വീട്ടിലെ ചെക്കന്റെ ബാപ്പാനോട് ചോദിച്ചു, വണ്ടി എവിടെയെന്ന്. അയാള് പറഞ്ഞു, വണ്ടി ബാബു തിരിക്കാൻ അങ്ങോട്ട് കൊണ്ടുപോയിട്ടുണ്ട്, പക്ഷെ വണ്ടി ഇതുവരെ വന്നിട്ടില്ല. അവനോട് ഞാൻ ഇവിടെ സൈഡാക്കി നിർത്താനാ പറഞ്ഞത്, പക്ഷെ വണ്ടി കാണാനില്ല. അങ്ങേർക്ക് കാര്യം പെട്ടെന്ന് പിടികിട്ടി കാണും. അയാള് ഞാൻ വണ്ടി തിരിക്കുന്ന സ്ഥലത്തെത്തി. അയാള് വരുമ്പോ ഞങ്ങളെ വണ്ടി തള്ളി സൈഡാക്കാൻ നിൽക്കുകയാണ്. അദ്ദേഹം വന്ന് എന്നോട് ചോദിച്ചു, എന്തു പറ്റി? ഞാൻ പറഞ്ഞു, ഇതിന്റെ റിവേഴ്സ് ഗിയർ വീണില്ല, കംപ്ലൈന്റ് ആണ് തോന്നുന്നു. അദ്ദേഹം പറഞ്ഞു, ആദ്യമായിട്ടാണോ ടാറ്റ സുമോ ഓടിക്കുന്നത്? ഞാൻ പറഞ്ഞു, അതെ. അപ്പൊ അയാൾ ചിരിച്ചോണ്ട് പറഞ്ഞു, റിവേഴ്സ് ഒന്ന് അടിയിലേക്ക് പ്രസ് ചെയ്തിട്ട് റിവേഴ്സ് ഗിയർ ഇട്. അദ്ദേഹം പറഞ്ഞ പോലെ ഞാൻ ചെയ്തു. ഈസി ആയിട്ട് റിവേഴ്സ് ഗിയർ വീണു. ഞാൻ അയാളുടെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു. അയാൾ പറഞ്ഞു, സാരില്ല, ആദ്യമായിട്ടല്ലേ, എല്ലാവർക്കും പറ്റും. ഇനി നിങ്ങളോട് ടാറ്റ മൊബൈല്, ടാറ്റ സിയറ, ടാറ്റ സഫാരി, ടാറ്റ സുമോ ഈ വണ്ടികളൊക്കെ ആദ്യമായിട്ട് ഡ്രൈവ് ചെയ്ത് റിവേഴ്സ് ഗിയർ എങ്ങനെയാണ് ഇടുന്നതെന്ന് അറിയാതെ പെട്ടവരുണ്ടോ? ഇതേപോലെ പല വണ്ടികളും പെട്ടവരുണ്ടാവും. ന്യൂട്രാക്കി കീ കൊടുത്താലും സ്റ്റാർട്ടാവാത്ത വണ്ടികളുണ്ട്. ആ സമയം ക്ലച്ച് പിടിക്കേണ്ടി വരും, അപ്പൊ സ്റ്റാർട്ടാവും. അതേപോലെ ഓട്ടോമാറ്റിക്കിന്റെ ഹെവി വാഹനങ്ങളിൽ ഡീലിട്ടാൽ സ്റ്റാർട്ടാവില്ല. അറിയാതെ ആയിരിക്കും ഡീലിട്ട് വേറെ ആരെങ്കിലും ഇട്ട് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ തന്നെ അറിയാതെ ഇട്ട് പോയിട്ടുണ്ടാവും. അത് പിന്നെ ന്യൂട്രാക്കിയെങ്കിലേ സ്റ്റാർട്ടാവുള്ളൂ. അങ്ങനെയൊക്കെ പെട്ടവരുണ്ടോ?